ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? സെയിൽ വീഡിയോ അല്ല കേട്ടോ ഇത്. എനിക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ അതിൽ കൂടുതലുണ്ടാവാം, നിങ്ങളോട് പങ്കുവെക്കണം എന്നുണ്ടായിരുന്നു. കുറച്ച് തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ പല വീഡിയോസിലാണെങ്കിലും എല്ലാം ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോൾ പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഗാർഡനിലെ കാര്യങ്ങളൊന്നും അറിയില്ല. എപ്പോഴും സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്ക് അറിയാം, ഓക്കെയാണ്. എങ്കിൽ പോലും നമുക്ക് പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മിക്ക കാര്യങ്ങളും അറിയില്ല. അപ്പോൾ ഞാൻ ഒരു വീഡിയോയും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇഷ്ടംപോലെ വീഡിയോസ് ഇത് സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓരോ സെയിൽ വീഡിയോ ഇടുമ്പോഴും ലെങ്ത്ത് കൂടുന്നത് വക വയ്ക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ സെയിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കൂടുന്നതനുസരിച്ച് ആളുകൾ കാണുന്നത് അവിടെ കുറയുകയാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ റോസുകൾ കാണണം, വേഗം ഓർഡർ ചെയ്യണം, അങ്ങനെയാണ്. പക്ഷേ ഞാനത് ചിന്തിക്കാറില്ല. എടുത്ത് നോക്കി അറിയാം, അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും എൻ്റെ വീഡിയോ ഉണ്ടാവാറുണ്ട്. സെയിൽ വീഡിയോ അല്ലെന്ന് കരുതി ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവരുത് കേട്ടോ. നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് കാണണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. കാരണം എത്ര പറഞ്ഞാലും അത് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല, വീഡിയോ ഓടിച്ചോടിച്ചായിരിക്കും കാണുന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പം ഇനി ആ ഒരു തെറ്റ് വരാതിരിക്കാനാണ് കേട്ടോ. നമുക്ക് ഓർഡറുകൾ വരുമ്പോഴത്തേക്കും 20 ദിവസമാണ് നമ്മൾ പാക്കിങ്ങിന് പറയുന്നത്. ഈ 20 ദിവസത്തിനുള്ളിൽ പ്ലാൻസ് അയക്കുകയുള്ളൂ എന്ന് വീഡിയോയിലും കൊടുക്കാറുണ്ട്. ഗ്രീറ്റിംഗ് മെസ്സേജ്, നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ ഗ്രീറ്റിംഗ് മെസ്സേജായിട്ടും കിട്ടാറുണ്ട്. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഗ്രീറ്റിംഗ് മെസ്സേജാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അതൊന്നും വായിക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് പ്ലാൻസ് ഓർഡർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. ഓർഡർ ചെയ്ത് പിറ്റേ ദിവസം തന്നെ എൻ്റെ പ്ലാന്റ് കിട്ടിയില്ലല്ലോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അയ്യോ ഈ ഗ്രീറ്റിംഗ് മെസ്സേജ് ഇവർ കാണുന്നില്ലേ, അല്ലെങ്കിൽ വീഡിയോസ് മര്യാദക്ക് കാണുന്നില്ലേ, അങ്ങനെ ഞാൻ ചിന്തിച്ച് പോകാറുണ്ട്. നമുക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമ്മളിരുന്ന് പാക്ക് ചെയ്യുകയല്ല. കാരണം നമുക്ക് ഒന്നല്ല ഒരുപാട് ഓർഡറുകൾ കിട്ടുന്നുണ്ട്. അതിന് മുന്നത്തെ ഓർഡറുകളുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇട്ടു, ഒരു ലോഡ് വന്ന് ഒരു വീഡിയോ ഇട്ടു, ഒരു 10 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത ലോഡ് വന്ന് ഞാൻ വീഡിയോ ഇടണേന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഓർഡറുകൾ പാക്ക് ചെയ്യാനുണ്ട്, അല്ലാതെ പുതിയ ഓർഡറുകൾ അപ്പോൾ തന്നെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ആദ്യത്തെ ഓർഡറുകളൊക്കെ അയക്കാനാണ് പുതിയ ഓർഡർ എടുക്കുന്ന സമയത്ത് 20 ദിവസം, അങ്ങനെ എല്ലാവർക്കും 20 ദിവസം കൊടുക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു കുഞ്ഞു ഹോം ഗാർഡനാണ്. ജോലിക്കാരും അങ്ങനെ ആരുമില്ല. ഞങ്ങൾ തന്നെ സമയം കണ്ടെത്തിയാണ് പാക്ക് ചെയ്യുന്നതും കാര്യങ്ങളും. ജോലിക്ക് പോകുന്ന എൻ്റെ അനിയൻ വന്നിട്ട് വേണം എന്നെ പാക്ക് ചെയ്യാൻ സഹായിക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇതൊരു വലിയ ഒരു ഇതിൽ ഒരു ഗാർഡനായിട്ടൊന്നും സെറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാലയളവിൽ ഞാൻ വീട്ടിൽ അത്രയും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയവും സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ എൻ്റെ അനിയനും ഞാനും കൂടി എൻ്റെ ആ ഒരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടി, ആളുകളൊക്കെ ആയിട്ടൊന്ന് ഇടപഴകാൻ വേണ്ടി തുടങ്ങിയതാണ് ഈ ബിസിനസ്. പിന്നീട് അതെൻ്റെ ഒരു ജീവിത മാർഗമായിട്ട്, അത് എപ്പോഴും ഉണ്ടാകും എന്നല്ല, ഞാൻ എൻ്റെ വീട്ടിൽ എത്ര നാളോ ഇരിക്കുന്നുവോ ആ ഒരു കാലയളവിൽ കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനത്തെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, എൻ്റെ ഒരു ചെറിയ ഹോം ഗാർഡനാണെന്ന്. ഇപ്പോൾ കുറച്ച് വീഡിയോസിൽ ഞാനത് പറയാതെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ അധികം വീഡിയോസ് ഇടാറില്ല, പ്ലാൻസും അധികം എടുക്കാറില്ല. കാരണം കുറച്ച് വേറെ കാര്യങ്ങളിൽ തിരക്കുമാണ്. ചൂട് വന്ന സമയത്ത് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള വെറൈറ്റി പ്ലാൻസ് ഒന്നും ഇല്ല, എപ്പോഴും കിട്ടുന്ന റോസുകളെ വരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ പ്ലാൻസ് അധികം എടുക്കാറില്ല. വലിയ പ്ലാൻസ് വാങ്ങുന്നവരാണ് എനിക്ക് കൂടുതലും കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. വലിയ പ്ലാൻസ് ചൂട് കാരണം ഇപ്പോൾ വരുന്നില്ല, അതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നില്ല. നല്ല റോസുകൾ കിട്ടിയാൽ മാത്രമേ സെയിൽ വീഡിയോ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അത് ഈ 20 ദിവസം എന്നുള്ളത് മനസ്സിലാക്കാതെ മെസ്സേജ് അയക്കുന്നവരുണ്ട്.
മെസ്സേജ് അയക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് കണ്ടില്ലെങ്കിൽ പിന്നെ അതൊരു പരാതിയാണ്. നിങ്ങളെന്താ റിപ്ലൈ തരാത്തത്, നിങ്ങൾക്ക് കോള് ചെയ്തെടുക്കാത്ത എന്താണ്? നമ്മളെല്ലാം പറഞ്ഞിട്ടാണ് ഒരു കാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമേ ഓർഡർ എടുക്കുകയുള്ളൂ, കോള് വഴി എടുക്കില്ല. പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി 20 ദിവസത്തിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഗ്രീറ്റിംഗ് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു എക്സ്പ്ലനേഷൻ്റെ കാര്യമില്ല. ഞാൻ പല കസ്റ്റമേഴ്സിനോടും നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ വീഡിയോയിലിരുന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും പോയി ചാറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. മര്യാദക്ക് നമ്മളിടുന്ന വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് മെസ്സേജ് വായിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. ഞാനിപ്പോൾ ആ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ അവിടെ നമ്മൾ കുറ്റക്കാരാവുകയാണ്. ഇവരെന്താണ് മെസ്സേജ് നോക്കാത്ത, അങ്ങനത്തെ ഒരു രീതിയിലാവുക. അത് എനിക്കിഷ്ടമല്ല, എനിക്കും സങ്കടമുള്ളൊരു കാര്യമാണ്. ഞാൻ അത്യാവശ്യം എല്ലാവരോടും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ വാട്സപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് വാട്സപ്പ് ബിസിനസ് അക്കൗണ്ടാണ് അല്ലേ? അതിലെന്തോരം മെസ്സേജുകൾ വരാം, നമുക്ക് മിസ്സായി പോവാം മെസ്സേജുകൾ പലതും. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് റീഫണ്ടിൻ്റെ ഒരു കാര്യമാണ്. ഇത് കുറേ ദിവസമായി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു, പക്ഷേ വീഡിയോ ഇടാനായിട്ടുള്ളൊരു സാഹചര്യമായില്ല. ഈ റീഫണ്ട് ഞാൻ ഈ 20 ദിവസം നിങ്ങൾക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, പ്ലാൻസ് ഓർഡർ ചെയ്യും. ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം തന്നെ കഴിഞ്ഞോട്ടെ, അപ്പം തന്നെ വന്നിട്ട് നിങ്ങൾ പ്ലാൻസ് അയച്ചില്ലേ എങ്കിൽ എനിക്കത് റീഫണ്ട് ചെയ്തേക്കൂ, ഇത്രയും ദിവസത്തിനുള്ളിൽ പ്ലാന്റ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. ശരിയായിരിക്കാം, നിങ്ങൾ അങ്ങനെ ആയിരിക്കാം ചിന്തിച്ചേക്കുന്നത്. പക്ഷേ നമ്മുടെ ഗാർഡനിലെ റൂളും കാര്യങ്ങളും പറഞ്ഞിട്ടാണല്ലോ ഈ ഒരു ക്യാഷ് നമ്മൾ വാങ്ങുകയും ഓർഡർ എടുക്കുകയും ചെയ്യുന്നത്. അതായത് ഈ 20 ദിവസം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട്, ഗ്രീറ്റിംഗ് മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷമാണ് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദ്യമൊക്കെ ഞാനിത് റീഫണ്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. കാരണം ഒരു ഹോസ്പിറ്റൽ കേസാണ് പറയുന്നത്. എനിക്കും ഇങ്ങനെ ഹോസ്പിറ്റൽ കേസ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യം, അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഇങ്ങനെ തുടരെ ഓരോരുത്തരായി വന്നു കഴിഞ്ഞാൽ, ഞാനൊരു കൊച്ചു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ എനിക്ക് നമ്മൾ ആരാണെങ്കിലും ബിസിനസ് ചെയ്യുന്നത് എന്തിനാണ്? ലാഭം പ്രതീക്ഷിച്ച, അല്ലെങ്കിൽ നമ്മുടെ വരുമാനമാണ് അല്ലേ അത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഞാൻ എന്തിനാ ബിസിനസ് ചെയ്യണം? വെറുതെ ഒരു 5 ദിവസത്തേക്ക് ഒരാളുടെ പൈസ വാങ്ങുന്നു, അത്രയും ദിവസം കഴിയുമ്പോഴത്തേക്ക് അയാൾ എനിക്ക് ആ പൈസ വേണം, എനിക്ക് പ്ലാന്റ് വേണ്ട, അങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇത് വിശദീകരിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ചിന്തിക്കുന്നു. ഒരാളോ 2 ആളോ അല്ല കേട്ടോ, ഇതിപ്പോൾ ഒരു ഇതായിക്കൊണ്ടിരിക്കുമോ. എല്ലാവരും അത്യാവശ്യമുള്ള ആൾക്കാരാണല്ലേ. അപ്പോൾ ഓരോരുത്തർ ചിന്തിക്കുന്നത് അവിടെ ഒരു പൈസക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുന്ന അവിടെ ഞാൻ കുറച്ച് പൈസ പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരോടങ്ങ് വാങ്ങിയേക്കാം, അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കണം, ഞങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളങ്ങനെ റീഫണ്ട് ആവശ്യപ്പെടുമ്പോഴത്തേക്കും ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിലാണ് അവിടെ ഒരു ഇത് സംഭവിക്കുന്നത്. അപ്പോൾ റീഫണ്ട് നമ്മുടെ ഗാർഡനിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓർഡർ ചെയ്ത പ്ലാൻസ് നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല, പ്ലാന്റ് ഇനി വരില്ല എന്നൊരു ഉറപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് റീഫണ്ട് എന്നുള്ളത് കേട്ടോ. ഇനി അതിലൊരു തെറ്റ് ആരും വരുത്തണ്ട. നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ആ പ്ലാൻസ് അയക്കും. ഇനി ഒരു കാരണവശാൽ ഞങ്ങൾക്ക് അയക്കാൻ പറ്റിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരികയാണെങ്കിലാണ് റീഫണ്ട് ചെയ്ത് തരികയുള്ളൂ. അല്ലാതെ നിങ്ങൾ പ്ലാന്റ് ഓർഡർ ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് പ്ലാന്റ് വേണ്ട, റീഫണ്ട് തരണം, അങ്ങനെ ചെയ്യില്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്യുവാനാണെങ്കിൽ എന്തിനാണ് ഞങ്ങൾ ഈ ഒരു ബിസിനസ്സിലായിട്ട്, ഒരു ഓൺലൈൻ ബിസിനസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ്? അപ്പോൾ അങ്ങനെ അതൊന്നും നിങ്ങൾ ചിന്തിക്കുക. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളിലോട്ട് എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും നാൾ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആരും റീഫണ്ടൊന്നും ചോദിച്ചാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന അങ്ങനെയൊന്നുമല്ല കേട്ടോ. റീഫണ്ട് ചോദിക്കുന്നു, ഹോസ്പിറ്റൽ കേസാണെന്ന് പറയുന്നു, ഞാൻ റീഫണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ച് അധികം ആയപ്പോഴത്തേക്ക് എനിക്ക് നിങ്ങളോടൊന്ന് പറയണം എന്ന് തോന്നി. പിന്നത്തെ പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നങ്ങളാണ് ഈ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ അവർക്കതൊരു വിഷമമാവുന്നു. ഞാനത് 10 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവർ പ്ലാന്റ് എന്താണ് വരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ആ മെസ്സേജ് കണ്ടില്ലെങ്കിൽ അത് അവർക്കൊരു വിഷമമാവുന്നു. അവർ വീണ്ടും മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ എന്താണ് റിപ്ലൈ തരാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ മെസ്സേജ് എൻ്റെ കണ്ണിൽ പെടുമ്പോൾ അയ്യോ ഞാൻ റിപ്ലൈ കൊടുത്തില്ലേ, ഇവരിനി എന്തെങ്കിലും ചിന്തിച്ച് കാണോ, അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് എൻ്റെ മനസ്സിനൊരു സങ്കടം വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിൽ നിന്ന്
ഓർഡർ ചെയ്ത് ഉദ്ദേശിച്ച പ്ലാന്റ് തന്നെ മതിയെന്ന് വിചാരിച്ച് മാസങ്ങളോളം കാത്തിരിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അവരോടൊക്കെ എനിക്ക് നല്ല നന്ദി പറയാനുണ്ട്. കാരണം എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കി. കാരണം ഞാൻ അങ്ങനെയാണ് അവർക്ക് പ്ലാൻസ് അയച്ച് കൊടുത്തേക്കുന്നത്, അത്രയും ആത്മാർത്ഥതയോട് കൂടിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ വേണ്ട മോളെ, പ്ലാന്റ് വന്നിട്ട് മതി, റീഫണ്ട് അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ അവരോട് റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും റീഫണ്ട് വേണ്ട മോളെ, പ്ലാന്റ് തന്നെ മതി, ഞങ്ങൾ കാത്തിരിക്കാം, ഞങ്ങൾക്ക് പ്ലാന്റ് മതി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് അങ്ങനെയുള്ളവരോട് ഒരുപാട് നന്ദി പറയണം എന്ന് തോന്നി. പിന്നെ റീഫണ്ടിൻ്റെ കാര്യം മറക്കണ്ട. 20 ദിവസം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ എടുക്കുന്നത്. ആ 20 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്നത്. അതിനുള്ളിൽ റീഫണ്ട് കാര്യങ്ങൾ നടക്കില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് അറിയിക്കണം എന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾ ദേഷ്യത്തോടെ ഒന്നും കാണണ്ട. എൻ്റെ ഒരു അവസ്ഥ അത് ഏത് രീതിയിൽ പറഞ്ഞ് നിങ്ങളോട് മനസ്സിലാക്കിക്കണം എന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. മഴ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ചെടികളൊക്കെ എത്തി തുടങ്ങും. അപ്പോൾ പുതിയ സെയിൽ വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ വരാം കേട്ടോ.